Hi everyone, Assalamu alaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. രണ്ട് സ്ക്വയർ പീസ് ആണ് എടുത്തിട്ടുള്ളത് ട്ടോ. 9 സെന്റിമീറ്റർ വീതി നീളം വരുന്ന സ്ക്വയർ പീസ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസ് വേണം. ഇനി ഓരോ പീസും ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ഓരോ പെറ്റൽസും സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലെ പെറ്റൽസ് ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മടക്കിയിട്ട് ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്കായിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഫ്ലവറിൻ്റെ സെൻറ്ററത്തെ പെറ്റലാണ് കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ പേപ്പർ പീസും മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ പേപ്പർ മടക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ സെൻറ്ററിലൊന്ന് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇത് റോൾ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ റോൾ ചെയ്യാൻ. കാരണം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ പെറ്റൽ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പെറ്റലിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് കുറച്ച് ലീവ്സും ഫ്ലവർ സ്റ്റിക്കും സെപ്പൽസും ഒക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നമ്മൾ ഫ്ലവർ പെറ്റിൽ കട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ അതിന് നമ്മൾ 3 പെറ്റൽസിൻ്റെ ഷേപ്പാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇവിടെ 4 എണ്ണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളും ചെറിയ സൈസിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്ത് 2 പീസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിന് നമുക്കൊരു പകുതി ഭാഗം മതി കേട്ടോ. ഇനി അതിനെ ഇതുപോലെ മടക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഹോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവർ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്ലവർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് ഗ്രീൻ കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവർ സ്റ്റിക്ക് ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സെപ്പൽസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
എന്നിട്ട് അതിൽ ഫ്ലവറും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലീവ്സാണ് കേട്ടോ ഒന്നിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പേപ്പറും കളർ പേപ്പറും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ ലീവ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ എണ്ണം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് വരുമ്പോഴാണ് കേട്ടോ ഭംഗി. ഒന്ന് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷേ ഒരുമിച്ച് ഒരു ബഞ്ചായിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കളർ പേപ്പറിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്